ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഭയങ്കര മഴയാണ് കേട്ടോ, രാവിലെ തന്നെ. പക്ഷേ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ വിൻകുട്ടന് രാവിലെ ട്യൂഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് ശനിയാഴ്ച ആണെങ്കിലും ഞാൻ രാവിലെ 4:30 5 മണിയാകുമ്പോഴേക്കും തന്നെ എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ സമയത്ത് മഴയൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ വേഗം അവന് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, വേഗം പുട്ടും കറിയും ഒക്കെ ആക്കി വെച്ചു കേട്ടോ. കാരണം അവന് പോകണമല്ലോ. അങ്ങനെ അവൻ എന്ത് ചെയ്തു, അവൻ കുളി കഴിഞ്ഞ് പുറപ്പെട്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴാണ് അവൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ വിളിക്കുന്നത്. വാർത്ത കേട്ട് നോക്കുന്ന റെഡ് അലേർട്ടാണ്, അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ അപ്പോഴേക്ക് സമയം ഏകദേശം 7 മണിയായിട്ടോ. പിന്നെ ഞാൻ വേഗം എന്ത് ചെയ്തു, ടി വി വെച്ച് നോക്കിയപ്പോഴാണ് റെഡ് അലേർട്ടാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി ഉണ്ടെന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലെ മാഷെ വിളിച്ചു. മാഷ് പറഞ്ഞു ഞാൻ അവധി പ്രഖ്യാപിക്കാൻ വെച്ചാൽ അവധി ആണ്, ഇന്ന് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു. ഞാൻ പോയിട്ട് കുളിക്കാറുണ്ട്. അങ്ങനെ കുളിച്ച് വന്നിട്ട് ഞാനും മോഹനേട്ടനും കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കും കേട്ടോ. അവൻ്റെ ഭക്ഷണവും കുളിയൊക്കെ കഴിഞ്ഞതാണല്ലോ. അപ്പം പുട്ടും പഴവും ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ ആയിട്ട്, ഉള്ളി ഉരുളക്കിഴങ്ങും കൂടെ ഇഷ്ടമൊക്കെയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ചു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇനി അതൊക്കെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ നല്ല മഴ കേട്ടോ. മഴ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ മഴ പെയ്യാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ പോകുമ്പോൾ തന്നെ ഒരു മഴക്കാറ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടാവും ഒന്ന് മഴയല്ലേ, എങ്ങനെയാണ് കുട്ടീനെ സ്കൂളിലേക്ക് വിടുക എന്ന്. പക്ഷേ അത്ര ശക്തമായിട്ട് മഴ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെയാണല്ലോ മഴ കനത്തത്, ഭയങ്കര മഴ കേട്ടോ. പിന്നെ ഞാൻ അരി അടുപ്പത്തേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ അരി അടുപ്പത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് അരിക്ക് വെള്ളം വെച്ച ശേഷം മമ്പയർ കൊണ്ട് ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ ഉച്ചയാകുമ്പോഴേക്കല്ലേ ഇവിടെയൊക്കെ വരുമ്പോഴേക്കല്ലേ വേണ്ടൂ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണല്ലോ പെട്ടെന്ന് കാലാവസ്ഥ മാറുക എന്ന് പറയില്ലേ, പെട്ടെന്നാണല്ലോ എല്ലാം മാറി മറിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വേഗം മമ്പയർ കൊണ്ട് ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് അത് അടുപ്പത്തേക്ക് വേവിക്കാൻ വെച്ചിട്ടു. ഞാൻ എന്താ തിന്നുന്നതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ, സത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. എന്താ വിൻകുട്ടൻ എന്തെങ്കിലും തന്നതായിരിക്കും തിന്നാൻ. അതാണ് ഞാൻ വായിലിട്ട് ഇങ്ങനെ ആടി ചവയ്ക്കുന്ന പോലെ ചവച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണാവോ, എനിക്ക് വലിയ ഓർമ്മ വരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്താ കഴിക്കുന്നതെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ കണ്ണൊക്കെ പുറത്തേക്ക് കേട്ടോ. കാരണം എന്താ പറയുക, എന്തൊരു മഴയാണ്. ഈ ഒരു കാലാവസ്ഥ, ഇങ്ങനെ മൂടിക്കെട്ടിയ കാലാവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ വാർത്തയിലൊക്കെ ഫുൾ അപകടങ്ങളല്ലേ കാണുന്നത്, അതൊക്കെ കൂടെ കണ്ടിട്ട് മനസ്സൊക്കെ ആകെ എന്തോ ഒരു പോലെ കേട്ടോ. പിന്നെ അതിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാണ്. പിന്നെ വിൻകുട്ടനുണ്ടാവും കേട്ടോ, എൻ്റെ ചുറ്റിനും ഉണ്ടാവും. പിന്നെ ഇന്ന് മോഹനേട്ടനും പോയില്ല കേട്ടോ. കാരണം ഈ മഴയത്ത് ഇറങ്ങാൻ പറ്റില്ലല്ലോ, എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല ഈ മഴയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് ലീവാക്കാമെന്ന്. അങ്ങനെ പോയിട്ടില്ല, മോഹനേട്ടൻ ഇവിടെ വീട്ടിലിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഒന്ന് വീട്ടിൽ. പിന്നെ ഞാൻ വേഗം അരി അടുപ്പത്തേക്ക് ഇട്ടു കേട്ടോ. വെള്ളം തിളച്ചപ്പോൾ അരി അടുപ്പത്തേക്ക് ഇട്ടു. ഇനി ഒരു പുളിങ്കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പുളിങ്കറി വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കർമൂസ ഒടിക്കണം, കർമൂസ മീൻസ് പപ്പായ ഒടിക്കണം എന്ന് പറഞ്ഞു. അപ്പം വിൻകുട്ടൻ പറഞ്ഞു ഞാൻ ഒടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുളത്തിൻ്റെ സൈഡ് പോകരുത്, കുളം എപ്പോൾ ഇടിഞ്ഞാലോ എന്നുള്ള പേടി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ കർമൂസ മോനേട്ടൻ ഒടിച്ചു കൊണ്ടുവന്നതിൻ്റെ ദേഷ്യത്തിലാണ്. ഞാൻ അവനോട് പറഞ്ഞു കിടക്കയിലെ വിരിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് മാറ്റിയ വെച്ചാൽ അതൊന്ന് വിരിച്ചു വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദേഷ്യത്തിൽ കർമൂസ അച്ഛൻ ഒടിച്ചു എന്നുള്ള ദേഷ്യത്തിൽ അവൻ എന്ത് ചെയ്യണം, അവിടെ വാശി പിടിച്ച് പോട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കർമൂസ മോനേട്ടൻ തന്നെ വേഗം അരിഞ്ഞു തന്നു. പിന്നെ അതിലേക്ക് ഒരു ഉള്ളിയും കുറച്ച് പരിപ്പൊക്കെ വെച്ചാൽ പരിപ്പും ഒക്കെ ഇട്ടിട്ട് ഒരു പുളിങ്കറി പോലെ കേട്ടോ. ഞാൻ കണ്ടില്ല ഈ ഒരു സമയം ഒരു 10 മണി ആവാനായി. ഈ 10 മണി സമയത്താണ് ഇങ്ങനെ ഇരുട്ട് കേട്ടോ, ഞങ്ങളുടെ ഉമ്മറത്തുള്ള ഇരുടാ. അങ്ങനെ മഴ പെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നതാണ് കേട്ടോ. അങ്ങനെ നോക്കി നിന്ന് അകത്തേക്ക് വന്നു. അതിലും വലിയ വിറ്റെന്താ പറയുക, ഈ മഴയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തിട്ടു. രാവിലെ എല്ലാവരും എണീറ്റപ്പോൾ എല്ലാ അകത്തുനിന്നും വിരിയൊക്കെ എടുത്തിട്ട് അലക്കാനിട്ടു. പിന്നെയല്ലേ ഈ പെരുമഴ തുടങ്ങിയത്. അപ്പോൾ പിന്നെ എന്തായാലും പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ എല്ലാ വിരിയും ഞാൻ എടുത്തിട്ടു. കാരണം അത്ര വലിയ മഴയൊന്നും ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഇല്ല. അപ്പോൾ തന്നെ എല്ലാവരും എണീക്കുന്നതിന് എല്ലാ വിരിയൊക്കെ എടുത്തിട്ട് ദിവാനയിലെ വിരിയും ഒക്കെ എടുത്ത് അലക്കാനിട്ടു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും അലക്കട്ടെ കേട്ടോ. അങ്ങനെ ഇപ്പോൾ വിൻകുട്ടൻ എൻ്റെ ബാക്കിൽ നടക്കട്ടോ. ഞാൻ അവനോട് തെറ്റിയല്ലോ, ഞാൻ ഒന്ന് വിരിയെല്ലാം വിരിച്ച് വെക്കാൻ പറഞ്ഞപ്പോൾ അവൻ കേട്ടില്ല. അവൻ എന്നോട് തെറ്റിയിരുന്നപ്പോൾ പിന്നെ ഞാൻ അവനോട് മിണ്ടാൻ പോയില്ല കേട്ടോ, അധികം മൈൻഡ് ചെയ്യാൻ പോയില്ല. അപ്പോൾ എന്നെ സോപ്പിടാൻ വേണ്ടിയിട്ട് എൻ്റെ ബാക്കിൽ നടക്കുന്ന പരിപാടി, എനിക്ക് ഉമ്മ തരി എൻ്റെ ബാക്കിൽ നടക്കുകയൊക്കെ കേട്ടോ. പക്ഷെ ഞാൻ അവനെ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. കാരണം അവൻ എത്ര നേരം അങ്ങനെ നിൽക്കുന്ന നോക്കട്ടെ, ഞാൻ പറഞ്ഞ അനുസരിച്ചില്ലേ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ എന്നെ ചിരിപ്പിക്കാനൊക്കെ ഉള്ള കളിയൊക്കെ അവൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഞാൻ അവനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാനെന്ത് അലക്കാനിട്ടതൊക്കെ ഏകദേശം ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ. മോനേട്ടൻ എന്ത് ചെയ്യുന്നുണ്ടറിയാം, ഞാൻ അലക്കി വെക്കുന്നതിന് മേലെ കൊണ്ടുപോയിട്ട് ആറിയിടുന്നുണ്ട്. അപ്പം അച്ഛൻ എവിടെയെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ മേലെ പോയി എന്ന് പറഞ്ഞു കേട്ടോ അവനോട്. അച്ഛൻ മേലെ പോയി എന്ന് പറഞ്ഞപ്പോൾ അവനും വേഗം കയറി മേലൊക്കെ പോയി നോക്കുകയാണ് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴേക്കും ഇതൊക്കെ ഏകദേശമായി വന്നപ്പോഴേക്കും നമ്മുടെ മമ്പയറൊക്കെ വെന്ത് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് കടുകൊക്കെ വറവിടുകയാണ്. കടുകും കരുവേപ്പിലയും പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും നമ്മൾ ഉണക്കമുളകൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ട് അതൊക്കെ കൂടെ ഇട്ടിട്ടാണ് ഒരു മമ്പയർ കൊണ്ട് ഒരു തോരനല്ല ഉപ്പേരി, ഞങ്ങൾ ഉപ്പേരി എന്ന് പറയും. അപ്പോൾ അത് മതി ഇന്ന്. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? പിന്നെ ഒന്നാമത് മഴയാകുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര തണുപ്പോ എന്താ അറിയില്ല, ഈ ഒരു മനസ്സിന് സുഖമില്ലാത്തൊരു കാലാവസ്ഥ കേട്ടോ. പിന്നെ ഒരു തക്കാളിയൊക്കെ ഞാൻ കൂട്ടാനിലേക്ക് മുറിച്ചിടുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു പുളിങ്കറി പോലെയാണ് വെക്കുന്നതെന്ന്. അപ്പോൾ എല്ലാം കൂടെ ഇട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് അതും അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതവിടെ കിടന്നിട്ട് വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് എനിക്ക് അടിച്ചു വരാൻ പോയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അടിച്ചു വാരുകയാണ്. അടിച്ചു വാരി തുടച്ചിട്ടില്ല കേട്ടോ. ഒന്ന് ഞാൻ അടിച്ചു വാരേ ചെയ്തുള്ളൂ. കാരണം മഴയാകുമ്പോൾ അധികം ഇങ്ങനെ നനഞ്ഞ തുണി ഓടിച്ച് ഓരോ ഉണങ്ങാത്ത പോലെ അന്ന് എനിക്കിഷ്ടമല്ല. പിന്നെ ഞാൻ ഒരടിയൊക്കെ ഒന്ന് അടിച്ചൊക്കെ വാരി എല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. വിൻകുട്ടൻ TV കാണുകയല്ല, വിൻകുട്ടൻ ക്വിസ് ഉണ്ട്. അവന് സ്വദേശി ക്വിസും സയൻസ് ക്വിസും ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ക്വിസുകൾ വരുന്നത്. അപ്പോൾ അത് പഠിക്കുകയാണ് കേട്ടോ അവൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തോ തിന്നുന്നുണ്ട്, എന്താ അറിയില്ല. സ്കൂളില്ലാത്തപ്പോൾ കുട്ടികളൊക്കെ ഒരു സ്വഭാവമാണല്ലോ എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ അവനോട് മാറാൻ പറഞ്ഞപ്പോൾ അവൻ കേട്ടില്ല. അവന് ഇഷ്ടമാണ് സോഫയിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ ഉന്തിയിട്ട് മുന്നോട്ടാക്കുന്നതേ. അപ്പോൾ ഞാനത് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരുമ്പോൾ ആ സോഫയൊക്കെ അങ്ങോട്ട് നീക്കി വെച്ചപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അവൻ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെയൊക്കെ ഞാൻ അടിച്ചൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തപ്പോൾ ഞാനത് ചട്ടിയിലേക്ക് ആക്കി. പിന്നെ കുറച്ച് പുളി ഒഴിച്ചു കേട്ടോ. സാമ്പാറാന്ന് വിചാരിക്കരുത് കേട്ടോ, സാമ്പാറെന്ന് പറഞ്ഞുകൂടാ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് അത് കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വിനുക്കുട്ടൻ ഊണും കഴിച്ചു നല്ലോണം, നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. പിന്നെ അതിൽ കുറച്ച് തേങ്ങയും മല്ലിപ്പൊടിയും കൂടെ ഒക്കെ അരച്ച് ചേർത്ത് സാമ്പാറാന്ന് ഇപ്പോഴും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്തോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയായി അതിന് വറവൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കടുകും മുളകും കരുവേപ്പിലയൊക്കെ കൂടെ കൂട്ടാൻ വറവിട്ട് പിന്നെ ഒരടുത്ത് ചുക്കളം വെച്ചു കേട്ടോ. സാറിന് അടുപ്പിലാണ് ഞാൻ ചുക്കളം വെക്കാറ്. എനിക്ക് പുറത്ത് പോയിട്ട് വിറകൊന്നും എടുക്കാൻ ഭയങ്കര മടി ഈ മഴയത്തെ, എന്തോ ഒരു പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ട ഇവിടെ നിന്ന് തന്നെ ചെയ്യാമെന്ന്. പിന്നെ അത് കഴിഞ്ഞ് പപ്പടം കാച്ചി വെച്ചു, പിന്നെ അരിയൊക്കെ വാർത്ത് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഏകദേശം ഒരു 11 മണി, എനിക്കൊരു 12 മണിയാകുമ്പോൾ ലൈവ് ഇരിക്കണം. അപ്പോൾ വിശക്കുന്നുണ്ടല്ലോ, രാവിലെ കഴിച്ചതല്ലേ. അപ്പം മോനേട്ടനും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിന്ന് ഹോർലിക്സ് കലക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മോന് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തിട്ടോ. അവന് ഹോർലിക്സ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹോർലിക്സ് കൊടുത്തു, മോന് നാരങ്ങ വെള്ളവും കലക്കി കൊടുത്തു കേട്ടോ. തണുത്ത വെള്ളത്തിലൊന്നും അല്ല കേട്ടോ, ചുക്കുവെള്ളം തണുപ്പിച്ചിട്ട് അതിലാണ് കേട്ടോ നാരങ്ങ വെള്ളം കലക്കി കൊടുക്കുക, അല്ലാണ്ട് ഐസ് വാട്ടറൊന്നും എടുക്കില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അത് അവിടെ വന്നിരുന്ന് അവനവിടെ നിന്ന് നാരങ്ങ വെള്ളം കുടിക്കുന്നുണ്ട്, ഞാനും മോനോട്ടനും ഹോർലിക്സും കുടിച്ച് കുറച്ച് നേരം അവിടെ വന്നിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ അരിയൊക്കെ വാർത്തതൊക്കെ സെറ്റായി, അതൊക്കെ എടുത്ത് വെച്ചു. ഉപ്പേരിയൊക്കെ അവിടെയൊക്കെ തുടച്ചു, സ്റ്റൗവൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എന്ത് ചെയ്തു, ആ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പാത്രമൊക്കെ കഴുകണം. അപ്പോൾ ഇന്നത്ര ഒരു വീഡിയോ ഉള്ളൂ, വലിയൊരു വീഡിയോ അല്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പം വേറെ എന്താ വിശേഷം? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഹൈപ്പും ഷെയറും സബും ഒക്കെ തന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വളരെ പ്രധാനം. അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. എൻ്റെ വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. ഇഷ്ടമാവുകയാണെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും എന്തായാലും പറയണം. ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയാം, ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടമായി എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.